ഒരു വർഷക്കാലമായി യുവതിയുമായി അടുപ്പത്തിലായിരുന്നു ജോൺസൺ. നേരത്തെ ആതിര ജോൺസണുമായി പല സ്ഥലങ്ങളിലും പോയതായും പോലീസിന് വിവരം കിട്ടി. ഈ കൊലപാതകം നടക്കുന്ന ദിവസം രാവിലെ 9 മണിയോടെ വീട്ടിലെത്തിയ ജോൺസന് ആതിര ചായ കൊടുത്തു. പിന്നീടാണ് യുവതിയെ എന്തോ നൽകി മയക്കിയതിനു ശേഷം കഴുത്തിൽ കത്തി കുത്തി വലിക്കുകയായിരുന്നുവെന്ന് മനസ്സിലായത്. യുവാവ് എല്ലാ മാസവും ആതിരയെ കാണാൻ കഠിനംകുളത്ത് എത്താറുണ്ടായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. അതേസമയം ഇൻസ്റ്റാഗ്രാം സുഹൃത്തിൽ നിന്നുള്ള ഭീഷണിയെക്കുറിച്ച് ഭർത്താവിനോട് ആതിര വെളിപ്പെടുത്തിയത് 7 മാസം മുമ്പ്. എന്നിട്ടും ഈ ശല്യക്കാരനെ കണ്ടെത്താൻ ഭർത്താവ് ഒന്നും ചെയ്തില്ല. ഈ സുഹൃത്തിനെക്കുറിച്ച് 7 മാസം മുമ്പ് ആതിര പറഞ്ഞിരുന്നതായും ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഭർത്താവ് ആ സുഹൃത്തിനെക്കുറിച്ചോ ബന്ധത്തെക്കുറിച്ചോ കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. ഈ സുഹൃത്തിന്റെ പേരോ അഡ്രസ്സോ ഒന്നും തന്നെ രാജേഷ് അന്വേഷിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഭാര്യയുടെ അവിഹിതത്തിന് പിന്നാലെ പോകാനുള്ള മടിയാകും ഇതിനുള്ള കാരണം. ഇതുകൊണ്ട് കഠിനംകുളത്ത് ആതിരയെ കഴുത്തറുത്ത് കൊന്ന പ്രതിയെ തിരിച്ചറിയാൻ പോലീസിന് ഏറെ പ്രതിസന്ധി നേരിട്ടു. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ പരിശോധിച്ച് ജോൺസൺ ഔസേപ്പാണ് കൊലയാളിയെന്ന് തിരിച്ചറിയാൻ 1.5 ദിവസത്തോളം എടുത്തു. ഈ പഴുതു മുതലെടുത്ത് ഇയാൾ സ്ഥലം വിടുകയും ചെയ്തു. സൗഹൃദം മറ്റൊരു തലത്തിലേക്ക് കടന്നതോടെ ആതിരയെ പലതവണ സുഹൃത്ത് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. വിവാഹമോചിതനായ ഇയാൾക്കൊപ്പം ഇറങ്ങിച്ചെല്ലണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഭീഷണി. കൊലയിൽ കലാശിച്ചതും ഇതേ ഭീഷണിയും തർക്കവുമാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതെല്ലാം ഭർത്താവിനും അറിയാമായിരുന്നു. എല്ലാ മാസവും ആതിരയെ കാണാൻ ഇയാൾ കൊല്ലത്ത് നിന്നോ കൊച്ചിയിൽ നിന്നോ എത്തുകയും ചെയ്യുമായിരുന്നു. എല്ലാം 7 മാസം മുമ്പ് ഭർത്താവിനും അറിയാം. എന്നിട്ടും ഈ ശല്യക്കാരനെ ഭർത്താവ് കണ്ടെത്താൻ ശ്രമിച്ചില്ല. പോലീസിനെയും ഇത് അറിയിച്ചില്ല. യഥാർത്ഥത്തിൽ ആതിരയുടെ ഫോട്ടോയും മറ്റും കാണിച്ച് സൈബർ തട്ടിപ്പിലൂടെ ജോൺസൺ പണവും കൈക്കലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെ നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ ഈ കൊലപാതകം ഒഴിവാക്കാമായിരുന്നു. കൊല്ലപ്പെട്ട ആതിരയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തായിരുന്നു കൊലപാതകി. എറണാകുളം ചെല്ലാനം സ്വദേശി ജോൺസൺ ഔസേപ്പാണ് ഈ സുഹൃത്ത് എന്ന് തിരിച്ചറിഞ്ഞു. ജോൺസൺ ഔസേപ്പ് പെരുമാതുറയിൽ ഒരാഴ്ചയോളം വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു. ആതിരയുടെ വീട്ടിലെത്തി പ്രതി വിവരങ്ങൾ അന്വേഷിച്ചതായും സൂചന കിട്ടി. കൃത്യം നിർവഹിച്ച ശേഷം പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിച്ച സ്കൂട്ടർ കണ്ടെത്തിയിരുന്നു. കൊല നടത്തിയ ശേഷം കൊല്ലപ്പെട്ട ആതിരയുടെ സ്കൂട്ടറുമായാണ് പ്രതി രക്ഷപ്പെട്ടത്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലാണ് സ്കൂട്ടർ കണ്ടെത്തിയത്. ജനുവരി 21 രാവിലെ 11:30യോടെയാണ് ആതിരയെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്ഷേത്രത്തിലെ പൂജാരിയായ ആതിരയുടെ ഭർത്താവ് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ സ്കൂളിലേക്ക് പോയ ശേഷമാണ് ആതിര കൊല്ലപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം. മതിൽ ചാടിയാണ് ജോൺസൺ വീടിനകത്തേക്ക് കയറിയതെന്നാണ് പോലീസ് നിഗമനം. ആഴ്ചകൾക്ക് മുൻപ് കഠിനംകുളത്തെ വീട്ടിൽ നിന്നും മാറി കുടുംബ വീടായ വെഞ്ഞാറമൂട് ആലിയാട് മൂളയം പഴവിള പ്ലാവില വീട്ടിൽ ആതിര ദിവസങ്ങളോളം താമസിച്ചിരുന്നു. ഇതേസമയം എറണാകുളം സ്വദേശിയായ യുവാവ് സമീപത്തെ കടയിലെത്തി ആതിരയുടെ കുടുംബത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയെന്നാണ് വിവരം. പ്രതിയുടെ ഫോട്ടോ നാട്ടുകാരിൽ ചിലർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കഠിനംകുളത്തെ പ്രതിയുടെ ശല്യം കൂടിയപ്പോഴാണ് ആതിര കുടുംബ വീട്ടിലെത്തിയതെന്നാണ് വിലയിരുത്തൽ.